ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ട് കുറേ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നുള്ളത്. എനിക്ക് നല്ല മോർണിംഗ് ഡഫ്നെസ് ഉണ്ട് കേട്ടോ എൻ്റെ മുഖത്ത്. അപ്പോൾ ഇപ്പോൾ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി ഒരു ഷോപ്പൊക്കെ നമുക്ക് പോവാനുണ്ട്. റെൻ്റൽ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മളെ ഷൂട്ട് ഇന്ന് നടക്കുന്നത്. സോ ഇന്ന് കുറച്ച് ബിസിയാണ് മൊത്തത്തിൽ. അപ്പം ഇനി പോകുന്നതിന് മുന്നേ വീട്ടിലത്തെ പണിയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചതിന് ശേഷം വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായിട്ടോ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. പക്ഷെ കുറേ പേര് വന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ പറയാണ്ട്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനക്കും താത്താക്കും 100K സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയാം. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ആയിട്ടുണ്ടാവും. 99,000 ആയിട്ടുണ്ട്. സോ മാഷാ അല്ലാ, ഇനി ഒരു ഉയരങ്ങൾക്ക് എത്തട്ടെ. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെച്ചിട്ട് പോലെ ഒന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് റെഡിയായി വന്നു. ഇപ്പം ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിലും വലിയ ഉയരങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അന്ന് എന്തായാലും വ്ളോഗൊക്കെ ഉണ്ടാവും കേട്ടോ. സോ അവിടെ സെലിബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വ്ളോഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ദിൽബിന്ദിയ. സോ ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചേട്ടാ നീച്ചു. ഇനി 11ക്ക് ഫുഡ് കൊടുക്കണം. മിമ്മിയെ, ഇവനൊരു മണ്ടമ്പൂച്ചയാണ് ഗൈസ്, ഇതിന് ബുദ്ധിയില്ല. മിമ്മിക്കുട്ടിയെ, മിമ്മിക്കുട്ടി വേഗം വലുതാവുണ്ട് കേട്ടോ. കുറേ പേര് പറഞ്ഞു മിമ്മിക്കുട്ടി വേഗം വലുതാവുണ്ട് എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് കുളിക്കണം, ഭക്ഷണം കഴിക്കണം. ഓൾറെഡി ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. നോക്കിയിട്ടുണ്ട്. ചേച്ചോയാ മിമ്മിക്കുട്ടി പേടിച്ചിട്ടോ. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ പിടിക്കാൻ വന്നപ്പോൾ ഇവൻ പേടിച്ചു പോയി. അതുണ്ടായത്. ഇന്നിയേ ഇന്നിയേ ആര് പുച്ചാൻ വന്നേ? ആര് പുച്ചാൻ വന്നേ? ആര് പുച്ചാൻ വന്നേ? ബാ, ഫുഡ് ഞാൻ മേടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവന് ഒരു നേരം ഒന്നുമല്ല കഴിക്കുന്ന ഭക്ഷണം. ഒരു നേരം തന്നെ 2 വട്ടം 3 വട്ടം എനിക്ക് ഫുഡ് കാണാം. അപ്പം ഇനി അവൻ്റെ ഫുഡ് മേടിച്ച് അറേഞ്ച് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനൊക്കെ. ഇവിടെയുള്ള ടൈം ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ അനിയന്മാരുണ്ട് കേട്ടോ. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ 2 അനിയന്മാരും വീട്ടിലൊറ്റക്കാണ്. എന്തോ ഞാൻ വരുമ്പോഴത്തേന് തല്ലി മരിച്ച് കൊല ഉണ്ടാവാൻ മതിയായിരുന്നു. പോകേണ്ട അവസരം ഇട്ടു. അപ്പോൾ ഇവരിന്ന് ഒറ്റക്കാണ് 2ആളും വീട്ടിൽ. ഇനി നമുക്ക് പോയിട്ട് വേണം വരാൻ. പിന്നെ നമ്മളുടെ ബൊട്ടീക്ക് ഇപ്പം സ്റ്റോക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 60 പീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും സോൾഡ് ഔട്ട് ആയി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് കമോൺ. അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ പാൻറ്റ് എനിക്കൊന്ന് ഇസ്തിരി ഇടാനുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ലൂസ് ലെഗിൻസ് ടൈപ്പ് ഓഫ് ഒരു പാൻറ്റാണ്. കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നത് നമുക്ക് ട്വിങ്കിൾ കിഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ. നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നല്ലൊരു ക്ലോത്ത് ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. കൊളാബിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ്സ്. സോ ഞാൻ അതാണ് കേട്ടോ ഇട്ടത്. അപ്പം അതിൻ്റെ പാൻറ്റ് ഭയങ്കരമായിട്ട് ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരുമ്പി കൊടുന്നിടുമ്പം നന്നായിട്ട് ചുളുങ്ങുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇസ്തിരി ഇടാന്നുള്ളത്. അങ്ങനെ ഇസ്തിരി ഇടലൊക്കെ കഴിഞ്ഞ് അത് മടക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പം തന്നെ മടക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ അനിയന്മാരതിൽ എന്തെങ്കിലുമൊക്കെ ആക്കും. ഇനി നമുക്ക് പോയി കുളിച്ച് മാറ്റൊക്കെ വരാം. ദിസ് ഇസ് മൈ അച്ചാർ. ഞാൻ വിചാരിച്ചു ബ്ലാക്കും വൈറ്റും ഒരു കോംബോ ഇടാന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവർ ഹോം മെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. പക്ഷെ എനിക്ക് ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ അടുത്ത് ഇല്ല സത്യത്തിൽ. ഇങ്ങനത്തെ ഒരു കോംബോ ഡ്രസ്സില്ല. എപ്പോഴും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ കൊളാബായിട്ട്, അതായത് പ്രൊമോഷനായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഫ്രില്ലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റാം.
കമോൺ. ഞാനിതാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തലയിൽ തോർത്തുണ്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയിട്ട് പോകണം. സോ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്ട്സ് എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മേക്കപ്പ് ഒന്നും കാണിക്കുന്നില്ല. സോ ഇനി നമുക്ക് ഒരുങ്ങാട്ടോ, സുന്ദരി ആവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോയത്. സോ ഗായ്സ്, ഞാനിപ്പോൾ മാറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫുള്ള് ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കമൻറ്റ് ഇടും. സൈഡ് വഫ് കൊടുത്തു. ഇനിയിപ്പോൾ കുറേ പേര് വരും, ഔട്ട്ഡേറ്റഡ് ഹെയർ സ്റ്റൈലായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യും കേട്ടോ. അതിൻ്റെ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെയാണോ നടക്കാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ്സ് മൈ ചോയ്സസ്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ കംഫർട്ടാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ടല്ലോ. അപ്പോൾ ഇനി പോയിട്ട് വരാം. സോ ഇനി എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അൻസിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തരാനൊക്കെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ കമോൺ. നമ്മളെ മിമ്മിക്കുട്ടിയും അച്ഛൻ കൂടി TV കാണാണ്. അതുകൊണ്ട് TV അല്ല, ഫോണ്. കഴിച്ചിട്ട് 150 ഒന്നുമില്ല. എനിക്ക് 150 എനിക്ക് കൊടുന്ന ഓനക്ക് കൊടുന്ന. അപ്പൊ എത്ര? 300 ഉറുപ്പ്യായി. ഷാനുവിന് എന്താ വേണ്ടി? ഇപ്പൊ നമുക്ക് പോയിട്ട് മഞ്ചേരി അറൈവിങ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി എന്താ, അത് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അൻഷി ഫുള്ള് കൽപ്പിലാണ് കേട്ടോ. അൻഷി നിന്നെ മിക്കവാറും ഇവിടുന്ന് ഓടിക്കും. അങ്ങനെ ഇതാ നമ്മളെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കടയിൽ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഇവിടുത്തെ കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല അടിപൊളിയായിട്ടാട്ടോ ഒരു പെരുമാറുന്നത്. മാത്രമല്ല അത്രയും അഫോർഡബിൾ റേറ്റ് ആണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 200-300 ആ ഒരു റേഞ്ചിലാണ് ഓർണമെൻറ്റ്സ്. ഇപ്പം ഡ്രസ്സാണെങ്കിലും 1, 2, 1000, 2000, 3000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര വേർത്തായിട്ടുള്ളൊരു ഇതാണ് എന്നുള്ളത്. ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺഡേ ആണ് ഞാൻ പോയത്. സൺഡേ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് പോയി എന്ന് പറഞ്ഞു, കസ്റ്റമേഴ്സ് വന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുള്ള വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റെഡൊക്കെ കാണാൻ എന്താ രസം എന്നറിയോ ഗായ്സ്, അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റ ക്ലിയർ പോകും. നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്യുമ്പോൾ മതി. അങ്ങനെ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം വന്നിട്ട്. ഇത് ഹെർഗ്ലോ ബ്രൈഡൽ റെന്റൽ ഷോപ്പാണ്. ഇത് നമ്മളെ മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തൊരു പോക്കറ്റ് റോഡ് ഉണ്ട്. ആ റോഡിന് നേരെ കയറിയാൽ ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്കമിങ് ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഡ്രസ്സിൽ മാത്രമല്ല ഓർണമെൻറ്റ്സിലും ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് അഫോർഡബിൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വില കുറവാണ്. നമുക്ക് സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫാമിലിക്ക് വന്നിക്കാണ് കേട്ടോ. അൻഷിൻ്റെ താത്താൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡ്രസ്സിലാണ് നോക്കണത്. അപ്പം കയറിയിട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ട് വാങ്ങും. അപ്പം നമുക്ക് പോയി നോക്കാം. കമോൺ.
ഞങ്ങൾ കുറേ കട നോക്കിട്ടോ, പക്ഷെ ഫാമിലിയിലാണ് ആദ്യം നോക്കി. നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല, കളക്ഷൻ ഇല്ല എന്നല്ല, ഞങ്ങൾക്ക് പറ്റിയത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ പോപ്പീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കിഡ്സിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഉടുപ്പ് കിട്ടിയത്. 2 ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ എടുത്തത്. ഈ ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അൻഷിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ 2 ഉടുപ്പും. അപ്പം അതിൽ ഒന്ന് സെലക്ട് ചെയ്തു. പിന്നെ ലുമിയിൽ ദിലൂക്ക്, വാമിയിൽ ദിലൂക്കും ബാബുവിനും സെയിം ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ പരിപാടി കഴിഞ്ഞപ്പോൾ ഓലെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട്, അപ്പോൾ ദിലു ഭയങ്കര അഭിനയം. ഇതൊക്കെ അവിടുത്തെ ഡ്രസ്സാട്ടോളൂ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഓലെ കുറച്ച് നേരം നോക്കി ഇന്ന് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ, വീട്ടിൽ പോകാൻ നേരെ വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടുപ്പിന് പറ്റിയ അതേമാതിരത്തെ ഒരു ഷൂ ഞങ്ങൾ നോക്കി നടന്നു, കുറേ തപ്പി. ഫസ്റ്റ് ഞങ്ങൾ ബൂട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ 5 പിന്നെ ബൂട്ട്സിലോട്ട് പോകേണ്ടവളടുത്ത് ബൂട്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെരുപ്പന്നെ ഫിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ തപ്പലിന് ശേഷം ഒരു ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മന്തി അൽഫാമും കഴിച്ചിട്ട് നേരെ വീട്ടിൽ കൊട്ടുട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പായസമാട്ടോ, ഈ കാക്കാൻ്റെ അടുത്തുള്ള പായസമൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മളെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തോട്ട് വരുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ, കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഹോട്ടലിൽ കയറിയിട്ട് ഇവർക്ക് ഫുഡ് മേടിച്ചിട്ട്, കാരണം നമുക്ക് വരുന്ന ഹോട്ടലിൽ കയറിയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് കയറിയിട്ട് ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാച്ചാ ബൈ.